എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ജാനകിയുടെ അബിയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന സുമംഗലാമ്മയ്ക്ക് നല്ല 8ന്റെ പണി കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജാനകി തൻ്റെ അമ്മേനെ അന്വേഷിച്ചിറങ്ങുവാണ്. എങ്ങനെയെങ്കിലും തൻ്റെ അമ്മേനെ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ എന്ന് വിചാരിച്ച് ജാനകി ഇറങ്ങിത്തിരിക്കുകയാണ്. പിന്നീടുണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു സുമംഗലാമ്മയ്ക്ക് അങ്ങോട്ട് അഹങ്കാരം മൂത്തിരിക്കുകയാണ്. കാരണം ജാനകി അബിയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഭരണം തൻ്റെയാണെന്ന് സുമംഗലാമ്മ അങ്ങ് തീരുമാനിച്ചു. പ്രഭേനെ വെച്ച് ഒരു കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേങ്കിൽ ഇതൊക്കെ അപർണയ്ക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അപർണ ഒരു തീരുമാനം എടുത്തു. പറ്റിയ സമയം തന്നെയാണ്. ജാനകി അബിയും കൂടെ അച്ഛനും അമ്മയെ അന്വേഷിച്ച് നടക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഇവർക്കൊട്ടൊരു പണി കൊടുക്കണമല്ലോ എന്നൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. പിന്നീട് എന്ത് ചെയ്യുവാണ്, സുമംഗലാമ്മനെ ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് ആക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. തമ്പിയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ എനിക്ക് അവരെ സഹിക്കാൻ പറ്റില്ല. അബി ജാനകി ഈ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ തള്ള എനിക്കൊരു പാരയാവും. അത് പാടില്ല. എത്രയും പെട്ടെന്ന് ഇവരെ ഇവിടുന്ന് കെട്ടുകടിക്കണമെന്നറിയാം. ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു, മോളെ നീ എന്നാ വിഷമിക്കേണ്ട കാര്യമില്ല, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണ. ഇത് കേട്ടതും അപർണയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഈ സമയം ജാനകി അബിയും കൂടെ ആദ്യത്തെ ഒരു ദിവസമൊക്കെ പോയി അന്വേഷിച്ചു. പക്ഷേ വിവരങ്ങളൊന്നും കിട്ടിയില്ല തൻ്റെ അമ്മേനെക്കുറിച്ചുള്ള. പിന്നീട് പിറ്റേ ദിവസം ഒരു അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ 2-3 പേരുണ്ടായിരുന്നു ആ 10-25 വർഷം മുമ്പ് ആ കമ്പനി ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ വീടുകളിലൊക്കെ പോയി അന്വേഷിച്ചിട്ടും കൂടുതലായിട്ട് കാര്യമായിട്ടൊന്നും വിവരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഓർഫനേജിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് അവിടെ നേരത്തെ അമ്മ ഉണ്ടായിരുന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ആ മദറിനോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് പോയി, പക്ഷേ എങ്ങോട്ടാ എന്താണെന്നും അവർക്കറിയില്ലായെന്ന് പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം ജാനകിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ കൂടെ അസ്തമിച്ചു പോയി. ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കും, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നീട് അബിയോട് കാര്യങ്ങളൊക്കെ പറയണം. അബിയേട്ടാ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അമ്മേനെ എനിക്ക് എങ്ങനെയൊന്നും കണ്ടെത്തിയാൽ മതിയാവുള്ളൂ, എനിക്ക് എൻ്റെ അമ്മേനെ വേണം അബിയേട്ടാ, അമ്മയില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയണം. മരിച്ചോ ജീവിച്ചോ എന്നെനിക്ക് അറിഞ്ഞേ കൂടി പറ്റുള്ളൂ, ജീവനോടെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അമ്മേനെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറയണം. പിന്നീട് സക്കീർ വക്കീലിനെ അവർ കൂട്ടി വിളിക്കുകയാണ്. അങ്ങനെ സക്കീർ വക്കീലിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അങ്ങനെ ആ ഒരു അറിവ് വെച്ചിട്ടാണ് ഇവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം പണ്ട് മുതലുള്ള വക്കീലായിരുന്നല്ലോ. അങ്ങനെ അയാളെയും കൂട്ടിക്കൊണ്ട് പോവാണ്. 1-2 സ്ഥലത്തൊക്കെ പോയിട്ട് അവിടെ നിന്നൊക്കെ നിരാശയായിരുന്നു ഫലം. അവസാനം ജാനകീനെ പ്രസവിക്കുന്ന സമയത്ത് ഒരു വയറ്റാട്ടിയുടെ അടുത്ത് വെച്ചായിരുന്നു പ്രസവിച്ചത്. അപ്പോൾ അങ്ങനെ അവിടെ ആ വയറ്റാട്ടിയെ കാണാനായിട്ട് അവിടെ ചെല്ലുവാണ്. അപ്പം മറിയക്കുട്ടി അമ്മയുടെ അടുത്തേക്ക്, അങ്ങനെയാണ് അമ്മയുടെ പേര്. അങ്ങനെ കേട്ടറിഞ്ഞിട്ടുള്ള ഇത് വെച്ച് അങ്ങോട്ടേക്ക് ചെല്ലുക. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് മറിയക്കുട്ടി അമ്മയോട് പറഞ്ഞു, അതെ അമ്മയ്ക്കറിയാവോ, ഞാൻ രാധാമണി വാരിസരുടെ മോളാണ്. പണ്ട് മറിയക്കുട്ടി അമ്മ എന്നെ കയ്യിലേക്ക് എടുത്ത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം വയറ്റാട്ടിയാണല്ലോ, അവരാണ് രാധാമണി വാരിസരുടെ പ്രസവം എടുത്തത്. പെട്ടെന്ന് രാധാമണി വാരിസയുടെ മോളാണ് നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാനകിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവർ പറയാണ്. നിന്നെ പ്രസവിച്ചോട് കൂടിയിട്ട് നിന്റെ അമ്മയുടെ മാനസിക നില തന്നെ തെറ്റിപ്പോയി, എന്ത് നല്ല കുട്ടിയായിരുന്നറിയാവോ, ഇതുപോലത്തെ ഒരു പെൺകുട്ടീനെ ഞാൻ അടുത്തെങ്ങും കണ്ടിട്ടില്ല, എല്ലാ കാര്യത്തിലും നല്ല കഴിവും മിടുക്കിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അവൾക്ക് അങ്ങനെ ചതി പറ്റിയതോടുകൂടി കൂടിയിട്ട് അവളുടെ സമനില എരിവ് തെറ്റിപ്പോയി. കുറേ കാലം ഉണ്ടായിരുന്നു, കുറേ കാലം ഞാൻ അവളെ കണ്ടിട്ടുണ്ട്, പിന്നീട് എനിക്ക് അവളെക്കുറിച്ചൊരു വിവരമില്ലെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ ജാനകിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ്. ഇനിയിപ്പോൾ എവിടെ ചെന്ന് അന്വേഷിക്കും, എങ്ങനെ അന്വേഷിക്കും എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. വക്കീൽ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, എവിടെയാണെങ്കിലും നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും, പ്രതീക്ഷ കൈവിടാതെ നമുക്ക് മുന്നോട്ട് പോകാം എന്നൊക്കെ പറയണം. അങ്ങനെ ആദ്യത്തെ 2-3 ദിവസം അങ്ങനെ അന്വേഷിച്ച് നടന്നു. പക്ഷെ ഒരു വിവരം കിട്ടിയില്ല. പക്ഷെ അങ്ങനെ തളർന്ന് പിന്മാറി ഇരിക്കാനായിട്ട് അബിയും ജാനകിയും തയ്യാറായിരുന്നില്ല. അവർക്ക് കിട്ടാവുന്ന വിവരങ്ങളൊക്കെ അവർ ശേഖരിച്ച് അവർ വീട്ടുകാരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തപ്പി കണ്ടെത്തുവാണ്. ഈ സമയത്ത് ഒരു ദിവസം ജാനകി അബി ഇങ്ങനെ അമ്മേനെ അന്വേഷിച്ച് പോയ ദിവസം അപർണ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. ആ പെരട്ട് പിടിച്ച മുത്തശ്ശിനെ ഇവിടുന്ന് മാറ്റണം, എങ്ങനെയെങ്കിലും അവരെ ഇവിടുന്ന് മാറ്റണം, അതിന് പറ്റിയ സമയമാണ്. ജാനകി അബി ഉണ്ടെങ്കിൽ അത് നടക്കില്ല. പിന്നീട് തമ്പിയോട് വിളിച്ചിട്ട് പറഞ്ഞിട്ട് ചോദിച്ചു, എന്തായി അച്ഛാ കാര്യങ്ങളൊക്കെ, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചെന്നൊക്കെ ചോദിക്കാം. അതെ, അവിടെ അടുത്തായിട്ടൊരു ഓർഫനേജ് ഉണ്ട്, കാരുണ്യദീപ ഓർഫനേജ്. ഒരു കാര്യം ചെയ്യാം, ആ തള്ളാനെ അങ്ങോട്ടേക്ക് മാറ്റാന്ന് പറയാം, അതോടുകൂടി അവളുടെ ശല്യം തീർന്നോളൂ എന്ന് പറയണം. ശരി, അങ്ങനെയാണെ ഞാൻ അങ്ങനെ ചെയ്യാം, മോളൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും കാരണം പറഞ്ഞ് അവരെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറയാണ്. ആരോടും അപർണ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഇങ്ങനെ സുമംഗലാമ്മേനെ ഓർഫനേജിലേക്ക് കൊണ്ടേ ആക്കുവാന്ന്. പിന്നീട് അപർണ സ്വന്തം തീരുമാനത്തിൽ
നേരെ സുമഗ്ലാമയുടെ അടുത്ത് നിന്നിട്ട് അമ്മേ അല്ല മുത്തശ്ശി നമുക്ക് പുറത്ത് വരെ പോകാമെന്ന് പറയണം, ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയണം. എന്തിനാ ഏതാന്നൊക്കെ സുമഗ്ലാമ ചോദിച്ചു കഴിഞ്ഞപ്പം ഒരു വലിയ കള്ളം തന്നെ അപർണ തട്ടി വിടുവാണ്. അങ്ങനെ അവസാനം സുമഗ്ലാമ അപർണയുടെ കൂടെ പോവാണ്. അപ്പം സുമഗ്ലാമയ്ക്ക് അറിയത്തില്ല താൻ എങ്ങോട്ടാ പോകണേന്നൊക്കെ ഉള്ളത്. അങ്ങനെ ചെന്ന് നിൽക്കുന്നു കാരുണ്യ ദീപ ഓർഫനേജിന് മുന്നിൽ. അവിടെ ചെന്നപ്പോൾ സുമഗ്ലാമ വെച്ചു, ഇതെന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാം. അതൊക്കെയുണ്ട്, മുത്തശ്ശി വരാൻ പറയാണ്. അല്ല ഇവിടെ എന്താ ആരെങ്കിലും കാണാൻ വേണ്ടി വന്നാണോന്ന് ചോദിക്കും. അതൊക്കെയുണ്ട്, കാണാം എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. പിന്നീട് അവിടുത്തെ ഓർഫനേജിൻ്റെ അധികാരി അടുത്ത് പോയിട്ട് സുമഗ്ലാമനെ പരിചയപ്പെടുത്തുകയാണ്. ഇത് എത്ര രൂപ വേണേലും തരാം, മാസം എത്ര രൂപ തന്നാലും, പക്ഷേങ്കിലും മുത്തശ്ശിന് ഇവിടെ നിർത്തണമെന്നൊക്കെ പറയണം. പക്ഷേങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ ടിസ്റ്റ് അവിടെ നളിനി ഉണ്ടായിരുന്നു. നളിനിയുടെ അളകാപുരിയിലെ ജോലി പോയി കഴിഞ്ഞപ്പോൾ നളിനി ജോലിക്ക് കയറിയത് ആ ഓർഫനേജിലായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് നളിനിയെ സുമഗ്ലാമ കാണുന്നുണ്ട്. ഈ സമയത്ത് സുമഗ്ലാമ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് തന്നെ കൊണ്ട് വിട്ടിരിക്കുന്ന ഓർഫനേജിലാണ്. ഇവിടെ വിട്ടിട്ട് അവൾ പോകാനുള്ള തന്ത്രപ്പാടിലാണ്. പിന്നീട് അപർണയോട് പറഞ്ഞു, അപർണ നീ എന്നെ ഇവിടെ വിടാൻ വേണ്ടി വന്നാണെന്നൊക്കെ ചോദിക്കുക. അതെ, ഇനി ശിഷ്ടകാലം ഇവിടെ ജീവിച്ചാൽ മതി. അതെ, അവിടെ എത്രയും കാലം സൂചിച്ച് ജീവിച്ചില്ലേ, ഇനിയിപ്പം ഉള്ള കാലത്ത് ഇവിടെ കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പൈസ വേണമെങ്കിൽ ഞാൻ ഓർഫനേജ് ഏൽപ്പിച്ചേക്കാം, നിങ്ങളുടെ ആവശ്യത്തിനുള്ള പൈസ. ഇനി വേറെ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് പൈസയുടെ കാര്യമില്ല, എല്ലാ കാര്യങ്ങളും ഇവർ നോക്കിക്കോളെന്ന് പറയാം. ശിഷ്ടകാലം ഇവിടെ കഴിഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ്. സുമംഗല മുത്തശ്ശി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ലത്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയെ. ഒരു പക്ഷെ ജാനകി അഭി ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങനെ ഗതി വരില്ലായിരുന്നു സുമംഗലാമയ്ക്ക് മനസ്സിലായി. പക്ഷേങ്കിൽ അപർണ പിന്നെ നിന്നില്ല. അപർണ നേരെ കാർ കൊടുത്തോണ്ട് പോവാണ്. സുമംഗലാമ പെട്ടി നിൽക്കണ സമയത്ത് നളിനി അങ്ങോട്ടേക്ക് വന്നു. നളിനി വന്നിട്ട് ചോദിച്ചു, ഓഹോ അപ്പോൾ അവസാനം ഇവിടെ തന്നെ എത്തിപ്പെട്ടല്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ സുമംഗലാമ പറഞ്ഞു, നളിനി ഞാൻ കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾ എത്രമാത്രം വലിയ ക്രൂരത ചെയ്തു വെച്ചിരുന്നാൽ നിങ്ങൾക്കറിയാവോ? നിങ്ങൾ ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. എന്തിനു വേണ്ടി അതങ്ങനെയൊക്കെ ചെയ്തത്? ജാനകിയെ നിങ്ങൾ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ആ സൂര്യസാറും മരിക്കാൻ കിടന്ന സമയത്ത് പോലും സ്വന്തം മകനായിട്ട് പോലും നിങ്ങൾ അദ്ദേഹത്തോട് കാണിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എല്ലാം ജാനകി എന്നെ ഇടയ്ക്ക് വിളിക്കും പറയാറുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് തന്നെ പണി കിട്ടിയില്ലേ, നിങ്ങൾ അനുഭവിക്കേണ്ടെന്ന് പറയണം. അപർണയോടൊപ്പം ചേർന്ന് കളിച്ചിട്ട് ഇപ്പം അപർണ തന്നെ നിങ്ങളിവിടെ കൊണ്ടുവന്ന് വിട്ടില്ലേ. അവിടുത്തെ ജോലി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ? അന്ന് ജാനകിയാണ് എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്നേ. ഓരോന്ന് പറഞ്ഞ് നിങ്ങളും അപർണയും കൂടെ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കി. പക്ഷെ അതുകൊണ്ടോ ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പം നിങ്ങൾ വന്ന് എഴുത്തിപ്പെട്ടിരിക്കുന്നോ? ഇത് തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ടെന്ന് പറയണേ, ഇങ്ങനെ തന്നെ വേണമെന്ന് പറയണം. സുമംഗല പറഞ്ഞു, അത് പിന്നെ നളിനി ഞാൻ കൂടെ ഒന്നും പറയണ്ട, നിനക്ക് ദൈവ ശിക്ഷ എന്നാന്ന് പറയണം. സുമംഗല അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. സുമംഗലയ്ക്ക് മനസ്സിലായി ഇനി തനിക്ക് ഇവിടെ നിന്ന് മോചനം ഉണ്ടാകത്തില്ലെന്ന്. പിന്നീട് അപർണ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും പ്രഭാവതി സുമംഗല മുത്തശ്ശിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു, അതെ അവരെ ഞാൻ കൊണ്ട് ഓർഫനേജിലാക്കിയെന്ന് പറയാണ്. ഇത് കേട്ടതും പ്രഭാവതിക്ക് ഒരു ഞെട്ടലുണ്ടായത്. ഓർഫനേജിലോ? അതിനെ ഓർഫനേജ് കൊണ്ടാക്കിയത്? അവരിവിടെ ഉണ്ടായി ശരിയാകത്തില്ല അമ്മേ. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ എത്ര കാലം വെച്ചാൽ ഈ പറയുന്ന ജാനകി അഭിയൊക്കെ ഇവിടുന്ന് വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഈ പറയുന്ന അമ്മേനെ കൊണ്ട് പറ്റുമോ? അമ്മയുടെ ജീവൻ തന്നെ നശിപ്പിച്ചു കളഞ്ഞ ആ സ്ത്രീയല്ലേ, അവരവിടെ കിടക്കട്ടെ എന്നൊക്കെ പറയാണ്. പ്രഭാവതി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇന്നല്ലെങ്കിൽ നാളെ തനിക്ക് മിക്കവാറും ഇവളോടൊപ്പം നിന്ന് ഈ ഗതിയായിരിക്കും ഉണ്ടാവുന്നേ എന്നൊരു ചിന്ത പ്രഭാവതിയുടെ മനസ്സിലേക്കും വരുന്നുണ്ട്. ആ സമയം അജയ് ആകെപ്പാട് ടെൻഷനില്ല. കാരണം ഓഹരി വിറ്റില്ലെങ്കിൽ പൈസ കിട്ടത്തില്ല. എന്തിനാണ് തന്ത്രം പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് അജയ് ഓടിപ്പാഞ്ഞ് നടക്കുവാണ്. പക്ഷെ നിരഞ്ജനയെ ശ്രദ്ധിച്ചു. നിരഞ്ജനയ്ക്ക് മനസ്സിലായി എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അജയ്ക്കുണ്ട്. അല്ലെങ്കിൽ അജയ് ഒരിക്കലും ഇങ്ങനെയൊന്നും അല്ല, അവൻ്റെ മനസ്സിൽ വേറെ എന്തോ കാര്യമുണ്ട്. എന്താണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഒരു പക്ഷെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുവാണെന്നുള്ള സംശയമുണ്ട്. പണത്തിൻ്റെ മാത്രമല്ല അവൻ്റെ പ്രശ്നം. പണം എന്ന് പറഞ്ഞാൽ വിറ്റുപിറക്കി കൊടുക്കാമെന്ന് അച്ഛനുണ്ടായിരുന്ന സമയത്തും പറഞ്ഞ, പക്ഷെ അതൊന്നുമല്ല, അവന് സ്വന്തമായിട്ട് കിട്ടണം, ആരും അറിയാനും പാടില്ല. അങ്ങനെ അജയുടെ കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ട് നിരഞ്ജന ഇറങ്ങുവാണ്. ഈ സമയത്ത് അജയ് ഹണി റോസിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഹണി റോസിനെ കണ്ടിട്ട് തൻ്റെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പറയാണ്. എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ഓഹരി വിറ്റിയാൻ പൈസ കൊണ്ട് തരാം. ഇത് കണ്ട ഹണിക്കാണെങ്കിലോ അവൻ്റെ പണമല്ല വേണ്ടത്, അവനെ തന്നെ വേണമെന്നൊരു നിർബന്ധ ബുദ്ധിയായി. എനിക്ക് പണം മാത്രം പോരാ അജയ്, നിനക്കറിയാലോ. ഇത്രയും കാലം ലിവിങ് ടുഗദറായിട്ട് നമ്മൾ ജീവിച്ചു. പക്ഷെ ഇനി അങ്ങനെയല്ല, എനിക്ക് നിന്നോടൊപ്പമുള്ള സ്വസ്ഥതയുടെ ജീവിതം വേണ്ടത് എന്നൊക്കെ പറയാണ്. പക്ഷെ അജയ് പെട്ടുപോയി. അജയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരിടത്ത് നിരഞ്ജന, ഒരിടത്ത് ഹണി റോസ്. അതിൻ്റെ നടുക്ക് പെട്ടപോയ അവസ്ഥയായിപ്പോയി. ഇനിയിപ്പോൾ ഹണി റോസിൻ്റെ അടുത്തുനിന്ന് പെട്ടെന്ന് ഊരിപ്പോരാൻ പറ്റില്ലെന്നുള്ള കാര്യം അജയ് തിരിച്ചറിയുവാണ്. താൻ വന്നിരിക്കുന്ന പെട്ടിരിക്കുന്ന വലിയ ഒരു ഊരാക്കുടുക്കനെ കുറിച്ച് അവൻ തിരിച്ചറിഞ്ഞു. പക്ഷെ അവന്
ഇനിയിപ്പം മുന്നോട്ട് പോകണമെങ്കിൽ ഹണി റോസിന്റെ സഹായം കൂടിയേ തരൂ, അല്ലാതെ തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ഹണി റോസിനെ വഞ്ചിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ താൻ പിന്നെ ഭൂമി ജീവനോടെ ഉണ്ടാകത്തില്ലെന്നും അവന് മനസ്സിലായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ അജയ്. ആ സമയത്ത് അവസാനം ജാനകിക്ക് അമ്മേനെക്കുറിച്ചുള്ള ആ വിവരങ്ങൾ കിട്ടുവാണ്. തൻ്റെ അമ്മ എവിടെയുണ്ട് എന്നുള്ള കാര്യം ഒരിടത്ത് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവിടുന്ന് കിട്ടുവാണ്. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി ഭയങ്കര സന്തോഷത്തിലായി. അങ്ങനെ ജാനകി അബിയും കൂടെ അമ്മേനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ അവസാനം ജാനകി രാധാമണി വാരസിനെ കണ്ടെത്തുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ അധികം നാളൊന്നുമില്ല. അതിനു മുമ്പ് തന്നെ തൻ്റെ അമ്മേനെ കൊണ്ട് ജാനകി അളകാപുരിയിലേക്ക് വരും. പക്ഷേങ്കിൽ സുമംഗലാമ്മയ്ക്ക് അവസാനം 8ന്റെ പണി കിട്ടിയത് ജാനകിയൊക്കെ അറിയുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ജാനകി പോയി അവരെ കൂട്ടിക്കൊണ്ടൊക്കെ വരുന്നുണ്ട്. അവരുടെ അഹങ്കാരത്തിന് നല്ല പണി തന്നെ കുറച്ച് ദിവസം കൊണ്ട് അവർക്ക് കിട്ടുക തന്നെ ചെയ്തു. എന്നാലും ജാനകിക്ക് അങ്ങനെയല്ലോ, തൻ്റെ അച്ഛൻ്റെ അമ്മയല്ലേ. അപ്പം പിന്നെ അവരെ അങ്ങനെ ഓർഫനേജ് കൊണ്ട് കളയാനായിട്ട് പറ്റില്ല. അപ്പം അപർണ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും ജാനകിയുടെ മനസ്സ് അതിന് സമ്മതിക്കില്ല. അങ്ങനെ ജാനകിയുടെ നന്മ സുമംഗലാമ്മ തിരിച്ചറിയുന്നൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.